ഹായ് ഓൾ, വെൽക്കം ടു PSC വോയേജ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 ഓസ്കാർ അവാർഡിനെ കുറിച്ചിട്ടാണ്. എത്രാമത്തെ ഓസ്കാർ അവാർഡായിരുന്നു ഇത്തവണ പ്രഖ്യാപിച്ചത്? 97ാമത് ഓസ്കാർ അവാർഡാണ് ഇത്തവണ പ്രഖ്യാപിച്ചത്. അപ്പോൾ 97ാമത് അക്കാദമി അവാർഡാണ്. എന്നാണ് പ്രഖ്യാപിച്ചത്? മാർച്ച് 2, 2025 പ്രഖ്യാപിച്ചത്. എവിടെയായിരുന്നു വേദി? ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചലസിലായിരുന്നു. അപ്പോൾ USA ലോസ് ആഞ്ചലസിലെ ഡോൾബി തിയേറ്റർ ആയിരുന്നു വേദി. അവതാരകൻ ആരായിരുന്നു? കോനൻ ഓബ്രെയിൻ ആണ് അവതാരകൻ. അപ്പോൾ 97th അക്കാദമി അവാർഡായിരുന്നു പ്രഖ്യാപിച്ചത്. മാർച്ച് 2, 2025 വേദി എവിടെയായിരുന്നു? ഡോൾബി തിയേറ്റർ ആണ്. അവതാരകൻ കോനൻ ഓബ്രെയിൻ ആണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? അനോറയാണ്. 5 പുരസ്കാരങ്ങളാണ് അനോറയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഇത്തവണത്തെ 2025 ഓസ്കാർ അവാർഡിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? അനോറയാണ്. 5 അവാർഡുകളാണ് അനോറയ്ക്ക് ലഭിച്ചത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, 2025 ഓസ്കാർ അവാർഡിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? അനോറയ്ക്കാണ്. 5 അവാർഡുകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് അഥവാ നാമനിർദ്ദേശങ്ങൾ ലഭിച്ചത് ഏതിനാണ്? എമിലിയ പെരേസിനാണ്. 13 നോമിനേഷൻസ് പോയ ചിത്രമാണ് എമിലിയ പെരേസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ 2025 ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശങ്ങൾ ലഭിച്ച ചിത്രം ഏതാണ്? എമിലിയ പെരേസ് ആണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രവും വിക്ഡ് എന്ന് പറയുന്ന ചിത്രവും 10 നോമിനേഷൻസ് വീതം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് ലഭിച്ച ചിത്രം ഏതാണ്? എമിലിയ പെരേസ് ആണ്. 13 നോമിനേഷൻസ് ആണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ ചിത്രം ഏതാണ്? അനോറയാണ്. അനോറയാണ്. 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അനോറയാണ്. ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറയാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ 2025 ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ്. മികച്ച നടൻ ആരാണ്? അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയൻ ബ്രോഡിയാണ്. മറക്കരുത്, അഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ചിത്രം ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ് 2025 ഓസ്കാർ പുരസ്കാരം ലഭിച്ച മികച്ച നടി. അപ്പം മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. ചിത്രം ഏതാണ്? അനോറയാണ്. മികച്ച സഹനടൻ ആരാണ്? കീരൻ കൈൽ കുൽക്കിനാണ്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീരൻ കൈൽ കുൽക്കിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സഹനടി ആരാണ്? സോ സൽദാനയാണ്. എമിലിയ പെരേസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് സോ സൽദാനയാണ് മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ ആണ്. അനോറ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ഷോൺ ബേക്കർ ആണ് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്നുകൂടെ പറയാം, മികച്ച ചിത്രം ഏതാണ്? അനോറയാണ്. അനോറ. മികച്ച നടൻ ആരാണ്? അഡ്രിയൻ ബ്രോഡിയാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ നടനാണ്. മികച്ച നടി ആരാണ്? അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ്. മികച്ച സഹനടൻ ആരാണ്? കീരൻ കൈൽ കുൽക്കിനാണ്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീരൻ കൈൽ കുൽക്കിനാണ് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചത്. മികച്ച സഹനടി ആരാണ്? സോ സൽദാനയാണ്. എമിലിയ പെരേസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് സോ സൽദാനയാണ് മികച്ച സഹനടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത്. മികച്ച സംവിധായകൻ ആരാണ്? അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനോറ എന്ന് പറയുന്ന ചിത്രത്തിലെ സംവിധായകനായ ഷോൺ ബേക്കർ ആണ് മികച്ച സംവിധായകൻ. അപ്പോൾ മികച്ച സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ ആണ്. ചിത്രം ഏതാണ്? അനോറയാണ്. അടുത്തത് മികച്ച ഒറിജിനൽ തിരക്കഥ അനോറയാണ്. അപ്പോൾ മികച്ച ഒറിജിനൽ തിരക്കഥ ഏതാണ്? അനോറയാണ്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ ഒരു ബ്രസീലിയൻ ഫിലിമാണ്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം, ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ
എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രമാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. മികച്ച ഒറിജിനൽ ഗാനം ഏതാണ്? എമിലിയ പെരേസിലെ എൽമാൽ എന്ന് പറയുന്ന ഗാനമാണ് മികച്ച ഒറിജിനൽ ഗാനം. മികച്ച ഒറിജിനൽ സ്കോർ ആർക്കാണ് ലഭിച്ചത്? ഡാനിയൽ ബ്ലൂംബെർഗിനാണ്. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ സ്കോറിനാണ് അവാർഡ് ലഭിച്ചത്. അപ്പം മികച്ച ഒറിജിനൽ സ്കോർ ഏതാണ്? ഡാനിയൽ ബ്ലൂംബെർഗിനാണ് അവാർഡ് ലഭിച്ചത്. മികച്ച ശബ്ദ സംവിധാനത്തിനുള്ള അവാർഡ് ഡ്യൂൺ 2ാം ഭാഗം എന്ന് പറയുന്ന ചിത്രത്തിനാണ്. മികച്ച വിഷ്വൽ ഇഫക്ട്സും ഡ്യൂൺ 2ാം ഭാഗം എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അപ്പോൾ മികച്ച ഒറിജിനൽ തിരക്കഥ ഏതാണ്? അനോറയാണ്. ഷോൺ ബേക്കറിൻ്റെ അനോറയാണ് മികച്ച ഒറിജിനൽ തിരക്കഥ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ഫിലിമിനാണ് ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചത്. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഏതാണ്? ഐ ആം സ്റ്റിൽ ഹിയർ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. ഇത് രണ്ടും ഓർത്ത് വെക്കണം. അടുത്തത് മികച്ച എഡിറ്റിങ്ങിനുള്ളത് അനോറ എന്ന് പറയുന്ന ചിത്രത്തിനാണ് കിട്ടിയത്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? നോ അതർ ലാൻഡ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതായിരുന്നു? ദ ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? നോ അതർ ലാൻഡ് ആണ്, മാറിപ്പോകരുത്. അപ്പോൾ മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്രയാണ്. മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഏതാണ്? നോ അതർ ലാൻഡ് ആണ്. മികച്ച ആനിമേറ്റഡ് ഫിലിം ഏതാണ്? ഫ്ലോയാണ് മികച്ച ആനിമേറ്റഡ് ഫിലിം. ഇനി മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് ദി സൈപ്രസ് എന്ന് പറയുന്ന ചിത്രമാണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം. അപ്പം മികച്ച ആനിമേറ്റഡ് ഫിലിം ഏതാണ്? ഫ്ലോയാണ്. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് ദി സൈപ്രസ് ആണ്. ഇനി മികച്ച വസ്ത്രാലങ്കാരം പോൾ ടെയ്സ്വെല്ലിനാണ് കിട്ടിയത്. പോൾ ടെയ്സ്വെല്ല് ഒരു കറുത്ത വംശജനാണ്. ആദ്യമായിട്ടാണ് വസ്ത്രാലങ്കാരത്തിന് ഒരു കറുത്ത വംശജന് ഓസ്കാർ അവാർഡ് ലഭിക്കുന്നത്. അപ്പം മികച്ച വസ്ത്രാലങ്കാരം ആർക്കാണ് ലഭിച്ചത്? പോൾ ടെസ്വെയിലിനാണ് ലഭിച്ചത്. അടുത്തത് മികച്ച മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിംഗ് ദി സബ്സ്റ്റൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈൻ വിക്ഡ് എന്ന് പറയുന്ന ഫിലിമിനും മികച്ച ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ചിത്രത്തിനുമാണ് ലഭിച്ചത്. ഇത്രയാണ് 2025 ഓസ്കാർ അവാർഡ്. ഒന്നുകൂടെ പറയാം. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അനോറയ്ക്കാണ്. മികച്ച നടൻ ആരാണ്? എഡ്രിയൻ ബ്രോഡിയാണ്, ദി ബ്രൂട്ടലിസ്റ്റ്. മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്, അനോറ. മികച്ച സഹനടൻ കീരൻ കൈൽ കുൽക്കിനാണ്, ദ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിന്. മികച്ച സഹനടി സോ സൽദാനയാണ്, എമിലിയ പെരേസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിന്. മികച്ച സംവിധായകൻ അനോറയുടെ സംവിധായകനായ ഷോൺ ബേക്കറിനാണ്. അതുപോലെ തന്നെ മികച്ച ഒറിജിനൽ തിരക്കഥ ഷോൺ ബേക്കറിനാണ്, ചിത്രം അനോറ. മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ദി ഓൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര. ഇവിടുന്ന് ഇത് രണ്ടും പഠിച്ചാൽ മതിയാകും. അടുത്തത് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഓർത്ത് വെക്കണം, നോ അതർ ലാൻഡ് ആണ്. മികച്ച ആനിമേറ്റഡ് ഫിലിം ഓർത്ത് വെക്കണം, ഫ്ലോ ആണ്. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ഇൻ ദി ഷാഡോ ഓഫ് ദി സൈപ്രസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓസ്കാറിൽ നോക്കിപ്പോയാൽ മതിയാകും. ഇനി ഇന്ത്യയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയുടെ 2025 ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു ഓസ്കാറിലേക്ക്? ലപ്പട്ട ലേഡീസ് ആണ്, അത് മറക്കരുത്. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതായിരുന്നു? ലപ്പട്ട ലേഡീസ് ആണ്. ഇനി ഒരു ഷോർട്ട് ഫിലിമും കൂടി, അനുജ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമും കൂടി ഇന്ത്യക്ക് എൻട്രി ഉണ്ടായിരുന്നത്. അത് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിൻ്റെ ലിസ്റ്റിലേക്കാണ് അനുജ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം
എൻട്രി ആയത്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ലപ്പട്ട ലേഡീസ് ആയിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി. അതുപോലെ തന്നെ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിമിൻ്റെ സെക്ഷനിൽ അനുജ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമും നോമിനേഷനിലല്ല എൻട്രി ആയിട്ട് പോയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. താങ്ക് യു.